കിങ്സ്വുഡിലെ രാജകീയ നായാട്ടിനുശേഷം കൃത്യം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ടാർഗറിയൻ രാജകുമാരി റെനേറ ഇപ്പോൾ തനിക്ക് അനുയോജ്യനായൊരു പങ്കാളിയെ കണ്ടെത്താനുള്ള അതിയായ മടുപ്പുളവാക്കുന്ന ഒരു നീണ്ട യാത്രയിലാണ്. സ്റ്റോംലാൻഡ്സിലെ ഏറ്റവും വലിയ ശക്തിയായ ഹൗസ് ബെറാത്തിയോന്റെ പരുക്കൻ സിംഹാസനത്തിൽ അവൾ വളരെ അലസമായി യാതൊരു താൽപ്പര്യവുമില്ലാതെയിരുന്നു. പുറത്തു പെയ്യുന്ന മഴയുടെയും തണുത്ത കാറ്റിന്റെയും ശബ്ദം ആ കോട്ടയുടെ വലിയ ജനാലകളിലൂടെ ഉള്ളിലേക്ക് അടിച്ചുകയറുന്നുണ്ടായിരുന്നു. ആ സിംഹാസനത്തിലിരിക്കുന്ന ഓരോ നിമിഷവും അവൾക്ക് വലിയൊരു ശിക്ഷയായി തോന്നി. വിവാഹം എന്ന വലിയൊരു കടമ തന്റെ കഴുത്തിൽ മുറുകുന്ന ഒരു കുരുക്കായി മാറുന്നുണ്ടോ എന്ന് അവൾ ഭയന്നു. വാർദ്ധക്യം ബാധിച്ച വൃദ്ധനായ ലോർഡ് ഡോണ്ടറിയൻ ആ വലിയ സദസ്സിനു മുന്നിൽ നിന്ന് തന്റെ കോട്ടയുടെ അതിശക്തമായ സുരക്ഷയെക്കുറിച്ചും ശത്രുക്കൾക്ക് കടക്കാൻ കഴിയാത്ത കിടങ്ങുകളെക്കുറിച്ചും വളരെ അഭിമാനത്തോടെ സംസാരിക്കുകയായിരുന്നു. തന്റെ പിതാവ് വിസരീസിനേക്കാൾ പ്രായമുള്ള ഒരാൾ തനിക്ക് മുന്നിൽ ഇത്തരമൊരു വിവാഹാലോചനയുമായി വന്നത് അവൾക്ക് വലിയ അറപ്പും മടുപ്പുമുണ്ടാക്കി. ഇതൊരു വലിയ പ്രഹസനമാണെന്നവൾക്ക് തോന്നി. അവനെ വളരെ മാന്യമായി പറഞ്ഞുവിട്ട ശേഷം ആ വലിയ ഹാളിലെ അന്തരീക്ഷം കുറച്ചുനേരത്തേക്ക് നിശബ്ദമായി. തുടർന്ന് തീരെ പ്രായപൂർത്തിയാകാത്ത വില്ലം ബ്ലാക്ക്വുഡ് മുന്നോട്ട് വന്നത് അവളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. റിവർലാൻഡ്സിൽ ഒരു കാലത്ത് വലിയ രാജാക്കന്മാരായിരുന്നവരാണ് ഹൗസ് ബ്ലാക്ക്വുഡ് എന്ന് ലോർഡ് ബോർമണ്ട് ബറാത്തിയോൺ അവളെ ഓർമ്മിപ്പിച്ചു. ആദ്യത്തെ മനുഷ്യരുടെ ചോര ഇപ്പോഴും അവരുടെ സിരകളിൽ ഓടുന്നുണ്ടെന്നും പണ്ട് യുദ്ധത്തിൽ അവർ ഒരു വലിയ ഡ്രാഗണിനെ സഹായിച്ചിട്ടുണ്ടെന്നും അവൻ പറഞ്ഞു. എന്നാൽ ആ ചെറിയ കുട്ടി അവൾക്ക് രാത്രികളിൽ സംരക്ഷണം വാഗ്ദാനം ചെയ്തപ്പോൾ രാജകുമാരിക്ക് സ്വന്തമായി ഒരു ഡ്രാഗനുണ്ടെന്ന് അവിടെയുണ്ടായിരുന്ന മറ്റൊരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് ആ ഹാളിലുണ്ടായിരുന്ന എല്ലാവരിലും വലിയ പൊട്ടിച്ചിരിയുണ്ടാക്കി. ആ പരിഹാസച്ചിരി അലയടിക്കുന്നതിനിടയിൽ നൂറ്റാണ്ടുകളായി ശത്രുതയിലുള്ള ഹൗസ് ബ്രാക്കനിലെ ജെറൽ ബ്രാക്കൻ അവനെ നിരന്തരം പരിഹസിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. വിശപ്പും കടുത്ത മടുപ്പും കാരണം തന്റെ സമനില തെറ്റിയ റെനേറ അടുത്തയാളെ വിളിക്കാനും പെട്ടെന്ന് അത്താഴത്തിനു പോകാനും പറഞ്ഞു. തനിക്ക് മുന്നിലുള്ള ഈ പ്രഹസനം എത്രയും വേഗം അവസാനിപ്പിക്കാൻ മാത്രമാണ് അവൾ ആഗ്രഹിച്ചത്. എല്ലാവർക്കും മുന്നിൽ വെച്ചുണ്ടായ അപമാനം കാരണം നിരാശനായ വില്ലം ബ്ലാക്ക്വുഡ് തലതാഴ്ത്തി തിരിഞ്ഞു നടക്കുമ്പോൾ ജെറൽ ബ്രാക്കൻ വീണ്ടും അവനെ ഭീരു എന്ന് വിളിച്ച് അപമാനിച്ചു. ആ ഒരു വാക്ക് ആ ചെറിയ കുട്ടിയുടെ ഉള്ളിലെ സകല നിയന്ത്രണങ്ങളും തകർത്തെറിഞ്ഞു. വർഷങ്ങളായി തന്റെ കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപമാനത്തിന്റെ വലിയൊരു കോപം സഹിക്കാനാവാതെ അവൻ വേഗത്തിൽ തന്റെ വാളൂരി ജെറൽ ബ്രാക്കന് നേരെ അടുത്തു. രക്തം ചിന്താൻ പോകുന്ന ആ നിമിഷത്തിൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ തന്റെ കാവൽക്കാരനായ ക്രിസ്റ്റൻ കോളിനോട് നമുക്കിവിടെ നിന്ന് എത്രയും വേഗം പോകാമെന്ന് റെനേറ പറഞ്ഞു. അവർ ആ വലിയ വാതിലിന് അടുത്തേക്ക് നടക്കുമ്പോഴും പുറകിൽ ആ കുട്ടികൾ പരസ്പരം പോരാടുകയായിരുന്നു. ബിറ്റർ ബ്രിഡ്ജിലേക്ക് പോകേണ്ടിയിരുന്ന ആ നീണ്ട യാത്ര അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. വാതിലിനടുത്തെത്തിയപ്പോൾ പുറകിൽ നിന്നും അതിഭയങ്കരമായ ഒരു അലർച്ച കേട്ട് അവർ തിരിഞ്ഞുനോക്കി. ആ കാഴ്ച എല്ലാവരുടെയും രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. വില്ലം ബ്ലാക്ക്വുഡിന്റെ വലിയ വാൾ ജെറൽ ബ്രാക്കന്റെ ശരീരത്തിൽ ആഴത്തിൽ തുളച്ചു കയറിയിരുന്നു. സ്വന്തം രക്തം തൊണ്ടയിൽ കുരുങ്ങി ശ്വാസം കിട്ടാതെ അവൻ ആ തറയിൽ വീണുപിടഞ്ഞു. അവന്റെ പിതാവ് ഹംഫ്രെ ബ്രാക്കൻ വലിയൊരു നിലവിളിയോടെ തന്റെ മകന്റെ അടുത്തേക്ക് ഓടി. താൻ ചെയ്തതെന്താണെന്ന് തിരിച്ചറിഞ്ഞ വലിയ ഞെട്ടലിൽ വില്ലം ബ്ലാക്ക്വുഡ് തന്റെ കയ്യിലിരുന്ന ചോരപുരണ്ട വാൾ താഴെയിട്ട് അവിടെ കിടന്ന് ഛർദ്ദിച്ചു. സമുദ്രത്തിലെ കടുത്ത ഉപ്പുകാറ്റ് റെനേറയുടെ മുഖത്ത് അതിശക്തമായി ആഞ്ഞുവീശിക്കൊണ്ടിരുന്നു. കിങ്സ് ലാൻഡിംഗിലെ തുറമുഖത്തേക്ക് അവരുടെ വലിയ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ അകാരണമായ ഭയം നിറഞ്ഞിരുന്നു. മാസങ്ങൾക്ക് മുൻപേ തന്റെ യാത്ര പാതിവഴിയിൽ അവസാനിപ്പിച്ചു വന്നതിന് പിതാവായ വിസരീസ് വലിയ തോതിൽ ദേഷ്യപ്പെടുമെന്ന് അവൾക്കറിയാമായിരുന്നു. കപ്പലിന്റെ മരപ്പലകകളിൽ തിരമാലകൾ അടിക്കുന്ന ശബ്ദത്തേക്കാൾ ഉച്ചത്തിലായിരുന്നു അവളുടെ ഹൃദയമിടിപ്പ്. പെട്ടെന്നാണ് ആകാശത്തുനിന്ന് മേഘങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഭയപ്പെടുത്തുന്ന ഒരു വലിയ അലർച്ച കേട്ടത്. കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ കാരാക്സിസ് എന്ന കൂറ്റൻ ഡ്രാഗൺ അവൾക്ക് മുകളിലൂടെ വളരെ താഴ്ന്നു പറന്നു. അതിന്റെ ചിറകടിയുടെ അതിശക്തമായ കാറ്റിൽ അവരുടെ കപ്പൽ വെള്ളത്തിൽ വലിയ രീതിയിൽ ഉലഞ്ഞു. അവിടെയുണ്ടായിരുന്ന നാവികരെല്ലാം വലിയ ഭയത്തോടെ താഴേക്ക് വീണു. 4 നീണ്ട വർഷങ്ങൾക്കു ശേഷം ആദ്യമായി ഡീമൺ കൊട്ടാരത്തിലേക്ക് തിരികെ വരികയായിരുന്നു. കൊട്ടാരത്തിലെ ഇരുമ്പ് സിംഹാസനത്തിനു മുന്നിൽ അതിവിശാലമായ വലിയൊരു സദസ്സൊരുങ്ങിയിരുന്നു. വിസരീസ് തന്റെ പൂർണ്ണ രാജകീയ വേഷത്തിൽ രാജാവിന്റെ സകല അധികാരങ്ങളോടെയും ഇരുന്നു. അവിടേക്ക് യാതൊരു ഭയവുമില്ലാതെ വലിയൊരു അഹങ്കാരത്തോടെ കടന്നുവന്ന ഡെയ്മോണിന്റെ ഇടുപ്പിൽ ഡാർക്ക് സിസ്റ്റർ എന്ന ഭയപ്പെടുത്തുന്ന വാളും കയ്യിൽ
റാഗ സ്ക്രാപ്പ് ഫീഡറിന്റെ രക്തം പുരണ്ട വലിയ ആയുധവും ഉണ്ടായിരുന്നു. തലയിൽ കടൽത്തീരത്തുനിന്നും ലഭിച്ച മരക്കഷ്ണങ്ങളും എല്ലുകളും കൊണ്ടുള്ള വിചിത്രമായ ഒരു കിരീടവും അവൻ ധരിച്ചിരുന്നു. അവൻ സിംഹാസനത്തിനടുത്തേക്ക് നടന്നെടുക്കുമ്പോൾ ലോർഡ് കമാൻഡർ ഹാരൾഡ് വെസ്റ്റർലിംഗ് തന്റെ വാളൂരി നേരെ അവന്റെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവനെ തടയാൻ ശ്രമിച്ചു. ആ വലിയ ഹാളിൽ വലിയൊരു യുദ്ധം നടക്കുമെന്ന് എല്ലാവരും ഭയന്നു. എന്നാൽ യാതൊരു കൂസലുമില്ലാതെ കയ്യിലുള്ള ആ വലിയ ആയുധം താഴെ തറയിലേക്കിട്ടുകൊണ്ട് അത് ഈ സിംഹാസനത്തോട് ചേർക്കാൻ അവൻ പറഞ്ഞു. താൻ ഇപ്പോൾ കിരീടം വെച്ച രാജാവാണെങ്കിലും ലോകത്ത് ഒരേയൊരു യഥാർത്ഥ രാജാവ് മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ തലയിലുണ്ടായിരുന്ന ആ കിരീടം വിസരീസിനു മുന്നിൽ സമർപ്പിച്ചു. വർഷങ്ങളുടെ നീണ്ട ശത്രുതകൾ മറന്ന് വലിയ സന്തോഷത്തോടെ വിസരീസ് താഴേക്ക് വന്ന് അവനെ ചേർത്തുപിടിച്ചു. കൊട്ടാരമാകെ ആ നിമിഷത്തിൽ വലിയ ശബ്ദത്തിൽ കൈയടിച്ചു. തുടർന്ന് റെഡ് കീപ്പിലെ മനോഹരമായ ദേവാലയത്തിൽ ഡീമോണിനുവേണ്ടി അതിവിശാലമായ വലിയൊരു വിരുന്ന് സംഘടിപ്പിക്കപ്പെട്ടു. തീപ്പന്തങ്ങളുടെ മഞ്ഞ വെളിച്ചത്തിൽ ആ സ്ഥലം വളരെ മനോഹരമായി തിളങ്ങിനിന്നു. എങ്ങും നൃത്തവും സംഗീതവും മദ്യത്തിന്റെ രൂക്ഷഗന്ധവും നിറഞ്ഞുനിന്നിരുന്നു. വിസരീസ് അന്ന് പതിവിലും കൂടുതൽ മദ്യം കഴിച്ചിരുന്നു. എമായുടെ മരണത്തിനുശേഷം ആദ്യമായാണ് അദ്ദേഹം ഇത്രയും ഉറക്കെ ചിരിക്കുന്നതും സന്തോഷത്തോടെ സംസാരിക്കുന്നതും. തങ്ങളുടെ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ എപ്പോഴും നിയമങ്ങൾ തെറ്റിക്കാൻ ഇഷ്ടപ്പെടുന്ന ഡേമൺ ആയിരുന്നുവെന്ന് വിസരീസ് പഴയ ഓർമ്മകളോടെ പറഞ്ഞു. ആ നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവിടേക്ക് അതിമനോഹരമായ രാജകീയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുവന്ന ആലിസന്റ് അവനെ സ്വാഗതം ചെയ്തു. കൊട്ടാരത്തിലെ പുതിയ ചിത്രപ്പണികൾ കാണാൻ അവൾ അവനെ ക്ഷണിച്ചു. എന്നാൽ അവനതിൽ യാതൊരു താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല. അവൻ അവളെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. ആ അസുഖകരമായ നിമിഷത്തിൽ നിന്നും മാറി നിൽക്കാൻ റെനേറ ആലിസന്റിനോട് സംസാരിക്കാൻ തുടങ്ങി. വിവാഹാലോചനകൾ കടുത്ത മടുപ്പുളവാക്കുന്നതാണെന്ന് റെനേറ പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും മികച്ച പുരുഷന്മാരെ ലഭിക്കുന്നത് ഒരു ഭാഗ്യമാണെന്ന് ആലിസന്റ് അവളോട് പറഞ്ഞു. എന്നാൽ തനിക്ക് ഈ വിവാഹത്തിൽ യാതൊരു പ്രണയവും തോന്നുന്നില്ലെന്ന് റെനേറ പറഞ്ഞു. തന്നോട് ആർക്കും ഒരു സ്നേഹവുമില്ലെന്നും തന്റെ പേരും പാരമ്പര്യവും മാത്രമാണ് അവർക്ക് വേണ്ടതെന്നും അവൾ പറഞ്ഞു. ഒരു കൊട്ടാരത്തിൽ അടക്കപ്പെടാനും വെറുതെ കുട്ടികളെ ജനിപ്പിക്കാനും മാത്രമുള്ള ഒരു ജീവച്ഛവമായ ജീവിതം തനിക്ക് ആവശ്യമില്ലെന്ന് അവൾ വളരെ ദേഷ്യത്തോടെ പറഞ്ഞു. ആ വാക്കുകൾ ആലിസന്റിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. സ്വന്തം ജീവിതത്തിലെ സങ്കടങ്ങളോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തനിക്കിപ്പോൾ സുഹൃത്തുക്കൾ ആരുമില്ലെന്നും ആ വലിയ കൊട്ടാരത്തിൽ താൻ വെറുമൊരു രാജ്ഞി മാത്രമാണെന്നും അവൾ പറഞ്ഞു. അവളുടെ ആ വലിയ ഏകാന്തത മനസ്സിലാക്കിയ റെനേറ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു ആശ്വസിപ്പിച്ചു. കുറച്ചു സമയത്തിനുശേഷം റെനേറ ആ വലിയ ദേവാലയത്തിലെ കൂറ്റൻമരത്തിനു ചുവട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഡീമണിനെ കണ്ടു. മരത്തിന്റെ ചുവന്ന ഇലകൾക്കിടയിലൂടെ നിലാവിന്റെ വെളിച്ചം അവരുടെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. തന്റെ പിതാവ് തന്നെ വലിയൊരു കൊട്ടാരമുള്ള ഏറ്റവും വലിയ പ്രഭുവിന് വിൽക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾ വളരെ സങ്കടത്തോടെ പറഞ്ഞു. വിവാഹമെന്നത് വെറുമൊരു രാഷ്ട്രീയ ഉടമ്പടി മാത്രമാണെന്നും അത് സ്വന്തം സന്തോഷങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും അവൻ അവളോട് പറഞ്ഞു. എന്നാൽ പുരുഷന്മാർക്കത് എളുപ്പമാണെങ്കിലും സ്ത്രീകൾക്കത് വലിയൊരു മരണശിക്ഷ പോലെയാണെന്ന് അവൾ മറുപടി നൽകി. തന്റെ അമ്മയായ എമായെപ്പോലെ കടുത്ത വേദന സഹിച്ച് കുട്ടികൾക്ക് ജന്മം നൽകി ഒരു മുറിക്കുള്ളിൽ രക്തം വാർന്നു മരിക്കാൻ താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്ന് അവൾ പറഞ്ഞു. ഭയത്തോടെ ജീവിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് അവൻ അവളെ ഓർമ്മിപ്പിച്ചു. അതിനിടയിൽ കൊട്ടാരത്തിന്റെ മറ്റൊരു ഭാഗത്ത് വിസരീസ് തന്റെ സ്മോൾ കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു. മുറിയിൽ വലിയൊരു മൗനം നിറഞ്ഞുനിന്നിരുന്നു. കോർലിസ് വെലേറിയൻ ഇപ്പോൾ സ്റ്റെപ്സ്റ്റോൺസിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ടൈലാൻഡ് ലാനിസ്റ്റർ അറിയിച്ചു. ഇത് രാജ്യത്തിന് വലിയൊരു ഭീഷണിയായിരുന്നു. മാത്രമല്ല ബ്രാവോസിലെ സമുദ്രപ്രഭുവുമായി ഒരു വലിയ വിവാഹബന്ധം സ്ഥാപിക്കാൻ അവൻ രഹസ്യമായി ശ്രമിക്കുന്നുണ്ടെന്ന് ഓട്ടോ ഹൈടവർ പറഞ്ഞു. ഇത് രാജ്യത്ത് വലിയൊരു യുദ്ധത്തിന് കാരണമായേക്കാം. ഈ പുതിയ പ്രശ്നങ്ങൾ റെനേറയുടെ വിവാഹം എത്രയും വേഗം നടത്താൻ വിസരീസിനുമേൽ അതികഠിനമായ സമ്മർദ്ദമുണ്ടാക്കി. അന്ന് രാത്രിയിൽ റെനേറ തന്റെ ഇരുണ്ട മുറിയിലെത്തിയപ്പോൾ അവിടെ ഒരു വലിയ സഞ്ചിയും ഒരു രഹസ്യക്കുറിപ്പും ഇരിക്കുന്നത് കണ്ടു. അതിൽ ഒരു സാധാരണ ആൺകുട്ടിയുടെ വസ്ത്രങ്ങളും കൊട്ടാരത്തിനു പുറത്തേക്കുള്ള ഒരു വലിയ രഹസ്യവഴിയുടെ ഭൂപടവുമുണ്ടായിരുന്നു. വലിയ ആവേശത്തോടെ അവൾ വേഗത്തിൽ ആ വസ്ത്രങ്ങൾ ധരിച്ച് ആ രഹസ്യവഴിയിലൂടെ പുറത്തുകടന്നു. ഇരുട്ട് നിറഞ്ഞ ആ വലിയ തുരങ്കങ്ങളിലൂടെ അവൾ നടന്നു. അവിടെ ആ വലിയ ബലീരിയന്റിന്റെ തലയോട്ടിക്ക് മുന്നിൽ ഡേമൺ അവളെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും തങ്ങളുടെ മുഖം വലിയ തുണികൊണ്ട് മറച്ചുകൊണ്ട് ആ വലിയ നഗരത്തിലേക്കിറങ്ങി. അവിടെ അതിഗംഭീരമായ ഒരു വലിയ തെരുവ് ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. തീ തുപ്പുന്നവരും നർത്തകരും സംഗീതജ്ഞരും അവിടെ വലിയ ശബ്ദത്തിൽ പാട്ടുപാടുന്നുണ്ടായിരുന്നു. എങ്ങും വലിയ വെളിച്ചവും ബഹളവും നിറഞ്ഞുനിന്നു. നഗരത്തിൽ ഡീമൺ അവളെ ഒരു തെരുവ് നാടകം കാണിക്കാൻ കൊണ്ടുപോയി. കൊട്ടാരത്തിലെ ഇരുമ്പ് സിംഹാസനത്തിൽ അടുത്തതായി ആരിയ്ക്കണം എന്നതിനെക്കുറിച്ചായിരുന്നു ആ നാടകം. റെനേറ ഒരു ദുർബലയായ ഭരണാധികാരിയായിരിക്കുമെന്ന് അവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ പരിഹാസത്തോടെ വിളിച്ചുപറയുന്നത് അവൾ വലിയ വേദനയോടെ നോക്കിനിന്നു. ആൺകുട്ടിയായ പുത്രനു മാത്രമാണ് സിംഹാസനത്തിന് അർഹതയുള്ളതെന്ന് അവർ ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്നു. ഇത് കേട്ട് അവൾക്ക് വലിയ ദേഷ്യവും വിഷമവും തോന്നി. തന്റെ ചുമതലകളിൽ നിന്നും രാജകുമാരി എന്ന പദവിയിൽ നിന്നും ഒരു രാത്രിയെങ്കിലും പൂർണ്ണമായി സ്വതന്ത്രയാകാൻ അവൾ ആഗ്രഹിച്ചു.
പെട്ടെന്നവൾ ഒരു തെരുവുകച്ചവടക്കാരന്റെ അടുത്തുനിന്നും പണം നൽകാതെ കുറച്ചു ഭക്ഷണം എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ഓടിയെ. ഒരിരുണ്ട വഴിയിലൂടെ ശ്വാസം മുട്ടി ഓടുന്നതിനിടയിൽ സിറ്റി വാച്ചിലെ ഒരാൾ അവളെ തടഞ്ഞു നിർത്തി. അത് സർ ഹാർവിൻ സ്ട്രോങ് ആയിരുന്നു. നഗരത്തിലെ ആ ഇരുണ്ട വഴികളിലൂടെ ഡേമൺ അവളെ സ്ട്രീറ്റ് ഓഫ് സിൽക്കിലെ ഒരു വലിയ വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ എങ്ങും വലിയ സുഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. നഗ്നരായ ആളുകൾ അവിടെ വളരെ മനോഹരമായി നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ ഭയവും ആകാംക്ഷയും നിറഞ്ഞ കണ്ണുകളോടെ റെനേറ അതെല്ലാം നോക്കിനിന്നു. അവൻ അവളെ ആ വലിയ കെട്ടിടത്തിന്റെ ഇരുട്ടുനിറഞ്ഞ താഴത്തെ നിലയിലേക്ക് കൊണ്ടുപോയി. അവിടെ ധാരാളം ആളുകൾ ഒരുമിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇതൊക്കെ കണ്ട് അവൾക്ക് വലിയ അത്ഭുതം തോന്നി. തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും വലിയ സന്തോഷം നൽകുന്ന ഒന്നാണെന്ന് അവൻ അവളോട് പറഞ്ഞു. ആ കാഴ്ചകൾ കണ്ടുനിന്ന റെനേറയുടെ ഉള്ളിൽ അതുവരെയില്ലാത്ത വലിയ ആഗ്രഹങ്ങൾ ഉണർന്നു. അവളുടെ ശ്വാസഗതി വേഗത്തിലായി. അവൾ പതുക്കെ അവനെ ചുംബിക്കാൻ തുടങ്ങി. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അവളെ കൂടുതൽ ഉത്തേജിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ പ്രണയത്തിന്റെ ആവേശത്തിനിടയിലേക്ക് മരവിപ്പിക്കുന്ന മറ്റൊരു ദൃശ്യം ഇഴഞ്ഞുകയറി. റെഡ് കീപ്പിന്റെ രാജകീയ കിടപ്പുമുറിയിൽ കനത്ത പട്ടുവിരിപ്പുകൾക്കിടയിൽ വിസരീസ് രാജാവിനോടൊപ്പം കിടക്കുകയായിരുന്നു അലിസന്റ്. രാജാവിന്റെ തളർന്ന ശരീരം അവളോട് ചേരുമ്പോൾ അവൾക്കവിടെ യാതൊരു വികാരവും തോന്നിയില്ല. പകരം വെളുത്ത മേൽക്കൂരയിലേക്ക് ശൂന്യമായ കണ്ണുകളോടെ നോക്കിക്കൊണ്ട് അവൾ കിടന്നു. തന്റെ പ്രിയപ്പെട്ടവന്റെ സ്പർശനത്തിൽ റെനേറ പുതിയൊരു ലോകം കണ്ടെത്തുകയായിരുന്നുവെങ്കിൽ അലിസന്റിന് അത് കേവലം ഒരു കടമയുടെ ഭാരവും തികഞ്ഞ അതൃപ്തിയും മാത്രമായിരുന്നു. ഓരോ സെക്കൻഡിലും അവളുടെ ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. ഒരിടത്ത് പ്രണയത്തിന്റെ ലഹരിയും മറുഭാഗത്തൊടുങ്ങാത്ത ഏകാന്തതയും തമ്മിലുള്ള ആ കടുത്ത വൈരുദ്ധ്യം ആ രാത്രിയുടെ നിശബ്ദതയെ കൂടുതൽ അസ്വസ്ഥമാക്കി മാറ്റി. റെനേറയുടെ ശ്വാസം വേഗത്തിലായി. ഡെമണിന്റെ കൈകൾ അവളുടെ വസ്ത്രങ്ങൾക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങിയപ്പോൾ താൻ ഇതുവരെ ശീലിച്ച രാജകീയ ചിട്ടവട്ടങ്ങളെല്ലാം ആ നിമിഷം അലിഞ്ഞില്ലാതാകുന്നത് അവൾ അറിഞ്ഞു. അവന്റെ ചുംബനങ്ങളിൽ ഒരുതരം അധികാരവും എന്നാൽ അതിനേക്കാൾ വലിയൊരു നിഗൂഢതയും കലർന്നിരുന്നു. റെനേറ ഭയത്തിനു പകരം തികഞ്ഞ ആവേശത്തോടെ അവനിലേക്ക് അടുത്തു. തന്റെ നിയന്ത്രണം പൂർണ്ണമായും അവനു വിട്ടുകൊടുത്തു. എന്നാൽ റെനേറയുടെ ഉള്ളിലെ ആവേശം അതിന്റെ പാരമ്യത്തിലെത്തിയ നിമിഷം ഡെമൺ പെട്ടെന്ന് നിശ്ചലനായി. അവന്റെ കണ്ണുകളിലെ ആ പഴയ തീക്ഷ്ണത പെട്ടെന്ന് കെട്ടടങ്ങി. പകരം അവിടെ ഒരുതരം മരവിപ്പും ആശയക്കുഴപ്പവും പടർന്നു. റെനേറയുടെ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ ഒരുപക്ഷെ താൻ കരുതിയതിനേക്കാൾ കൂടുതൽ നിയന്ത്രണം അവൾക്ക് തന്റെ മേലുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞിരിക്കാം. അല്ലെങ്കിൽ തന്റെ സഹോദരന്റെ മകളോട് ഇത്രയും ക്രൂരമായ ഒരു ചതി ചെയ്യാൻ അവന്റെ ഉള്ളിലെ ടാർഗറിയൻ രക്തം ആ നിമിഷം വിസമ്മതിച്ചിരിക്കാം. ഒരു വാക്കുപോലും മിണ്ടാതെ അവൻ ഇരുട്ടിലേക്ക് നടന്നുപോയി. റെനേറയ്ക്ക് അതൊരു വലിയ ആഘാതമായിരുന്നു. താൻ പൂർണ്ണമായും കീഴടങ്ങാൻ തയ്യാറായ നിമിഷം തന്നെ ഏറ്റവും വലിയ അപമാനത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് തന്റെ അമ്മാവൻ പടിയിറങ്ങിപ്പോയത് അവൾക്ക് വിശ്വസിക്കാനായില്ല. ആ വലിയ മുറിയിലെ അപരിചിതരുടെ നഗ്നതയ്ക്കും ശബ്ദങ്ങൾക്കും നടുവിൽ അവൾ തീർത്തും ഒറ്റപ്പെട്ടുപോയി. ആ നിമിഷം ഡെമൺ അവളെ ശാരീരികമായി സ്വന്തമാക്കിയില്ലെങ്കിലും അവളുടെ മനസ്സിനെ എന്നേക്കുമായി തകർക്കാൻ ആ പിൻവാങ്ങൽ കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു. അവിടെയുണ്ടായിരുന്ന ഒരു ചെറിയ കുട്ടി അവളെ വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞു. വലിയ പരിഭ്രാന്തിയോടെ അവൾ കൊട്ടാരത്തിലേക്ക് ഓടി. തന്റെ മുറിക്ക് കാവൽ നിൽക്കുകയായിരുന്ന ക്രിസ്റ്റ്യൻ കോളിനെ അവൾ ഉള്ളിലേക്ക് വിളിച്ചു. അവളുടെ കണ്ണുകളിൽ വലിയൊരു കാമം നിറഞ്ഞിരുന്നു. അവൾ അവന്റെ കയ്യിൽ നിന്നും കിരീടം വാങ്ങി അവനെ പ്രകോപിപ്പിച്ചു. താൻ പ്രതിജ്ഞയെടുത്ത ഒരു കാവൽക്കാരനാണെന്ന് അവൻ പറഞ്ഞെങ്കിലും അവൾ അവനെ വീണ്ടും വീണ്ടും ചുംബിക്കാൻ തുടങ്ങി. വർഷങ്ങളായി അവളോട് തോന്നിയ കടുത്ത ഇഷ്ടം കാരണം അവനും തന്റെ പ്രതിജ്ഞകൾ മറന്ന് അവളെ തിരികെ ചുംബിച്ചു. അവന്റെ വലിയ പടച്ചട്ടകൾ അവൾ അഴിച്ചുമാറ്റി. അവർ ഒരുമിച്ച് ആ രാത്രി മുഴുവൻ വലിയ സന്തോഷത്തോടെ ചിലവഴിച്ചു. പിറ്റേന്ന് അതിരാവിലെ മൈസാരിയായുടെ മുറിയിലാണ് വലിയ മദ്യലഹരിയിൽ ഡേമൺ ഉണർന്നത്. താനിപ്പോൾ പഴയതുപോലൊരു വേശ്യയല്ലെന്നും ഈ നഗരത്തിലെ എല്ലാ വലിയ രഹസ്യങ്ങളും അറിയുന്നവളാണെന്നും അവൾ അവനോട് പറഞ്ഞു. അതിനിടയിൽ ഓട്ടോ ഹൈടവർ വിസരീസിന്റെ അടുത്തെത്തി ഒരു വലിയ രഹസ്യം പറഞ്ഞു. കഴിഞ്ഞ രാത്രി റെനേറ നഗരത്തിലെ ഒരു വേശ്യാലയത്തിൽ പോയെന്നും അവിടെ വെച്ച് അവൾ ഡേമോനുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടുവെന്നും അവൻ അറിയിച്ചു. വിസരീസ് ഇതൊട്ടും വിശ്വസിക്കാൻ തയ്യാറായില്ല. തന്റെ മകളെ തകർക്കാനുള്ള അവന്റെ വലിയ ഗൂഢാലോചനയാണോ ഇതെന്ന് വിസരീസ് ചോദിച്ചു. എന്നാൽ കൊട്ടാരത്തിലെ പലരും അവൾ രാത്രിയിൽ രഹസ്യമായി വരുന്നത് കണ്ടുവെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട് വിസരീസ് വലിയ ദേഷ്യത്തോടെ അവനെ തന്റെ മുറിയിൽ നിന്നും പുറത്താക്കി. എന്നാൽ അവിടെ ഒളിച്ചുനിന്നിരുന്ന അലൈസന്റ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ റെനേറയോട് വളരെ സങ്കടത്തോടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. താൻ വേശ്യാലയത്തിൽ പോയെന്നത് സത്യമാണെന്നും എന്നാൽ താൻ അവിടെ വെച്ച് ഒന്നും ചെയ്തില്ലെന്നും അവൾ തന്റെ മരിച്ച അമ്മയായ എമായുടെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞു. താൻ അവനൊപ്പം നഗരത്തിൽ പോയെങ്കിലും അവൻ തന്നെ തൊട്ടിട്ടുപോലുമില്ലെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ആലിസന്റ് അത് വിശ്വസിച്ചെങ്കിലും ഇത് അവളുടെ ഭാവിയിലെ വിവാഹത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് അവൾക്ക് തോന്നി. മദ്യലഹരിയിൽ കൊട്ടാരത്തിലേക്ക് തിരികെ വന്ന ഡേമോണിനെ കാവൽക്കാർ പിടികൂടി വിസരീസിനു മുന്നിലെത്തിച്ചു. താൻ അവളുമായി ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് അവൻ രാജാവിനോട് കള്ളം പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് വിസരീസ് വലിയ ദേഷ്യത്തിൽ അവനെ അടിച്ചു താഴെയിട്ട് അവന്റെ കഴുത്ത് ഞെരിച്ചു.
അവളെ മറ്റാർക്കും വിവാഹം ചെയ്തു നൽകാൻ കഴിയില്ലെന്നും അതിനാൽ മുൻ രാജാവിനെപ്പോലെ തനിക്ക് 2 ഭാര്യമാർ ആകാമെന്നും അവൻ പറഞ്ഞപ്പോൾ വിസരീസ് തന്റെ കഠാരയെടുത്ത് അവന്റെ കഴുത്തിൽ വെച്ചു. അവന് വേണ്ടത് തന്റെ മകളെയല്ല, മറിച്ച് തന്റെ ഇരുമ്പ് സിംഹാസനമാണെന്ന് മനസ്സിലാക്കിയ വിസരീസ് ഉടൻ തന്നെ അവനെ അവിടെ നിന്നും എന്നേക്കുമായി നാടുകടത്തി. അവനെ ഇനി ഒരിക്കലും തന്റെ കൺമുന്നിൽ കാണരുതെന്ന് രാജാവ് കൽപ്പിച്ചു. ആ വലിയ ഹാളിലെ തണുത്ത കാറ്റിൽ വിസരീസ് വലിയ വേദനയോടെ നിന്നു. തന്റെ സ്വന്തം രക്തം തന്നെ ഇങ്ങനെ വഞ്ചിച്ചല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ രാത്രി കൊട്ടാരത്തിൽ വലിയൊരു നിശബ്ദത നിറഞ്ഞുനിന്നു. അന്ന് രാത്രിയിൽ വിസരീസ് റെനേറയെ തന്റെ ഇരുണ്ട മുറിയിലേക്ക് വിളിപ്പിച്ചു. അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ആ കഠാര ചൂടാക്കിയപ്പോൾ അതിലൊരു രഹസ്യ സന്ദേശം തെളിഞ്ഞുവന്നു. ലോകത്തെ രക്ഷിക്കാൻ വരാനിരിക്കുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട രാജകുമാരനെക്കുറിച്ചുള്ള വലിയൊരു രഹസ്യമായിരുന്നു അത്. തന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ അവളെ പുറത്താക്കിയേനെ എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യമെന്താണെന്നത് ഇനി ആർക്കും ആവശ്യമില്ലെന്നും ആളുകൾ വിശ്വസിക്കുന്നതാണ് ഇനി സത്യമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ നന്മയ്ക്കായി അവൾ ലേനോർ വെലേറിയോണിനെ വിവാഹം കഴിക്കണമെന്ന് വിസരീസ് കൽപ്പിച്ചു. അവൾ അത് സമ്മതിച്ചു. എന്നാൽ ഓട്ടോ ഹൈറ്റവറിനെ തന്റെ സ്ഥാനത്തുനിന്നും മാറ്റണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. അവൻ തന്റെ സ്വന്തം താൽപര്യങ്ങൾക്കു വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും അത് രാജ്യത്തിന് വലിയ ആപത്താണെന്നും അവൾ ഓർമ്മിപ്പിച്ചു. പിറ്റേന്നു തന്നെ വിസരീസ് അവനെ ജോലിയിൽ നിന്നും പുറത്താക്കി. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അവൻ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയായിരുന്നുവെന്ന് വിസരീസ് വേദനയോടെ പറഞ്ഞു. രാജാവിനോടുള്ള കടമകൾ അവൻ മറന്നുവെന്ന് വിസരീസ് കുറ്റപ്പെടുത്തി. അന്ന് രാത്രി ഗ്രാൻഡ് മൈസ്റ്റർ മെല്ലോസ് അവളുടെ മുറിയിൽ ഒരു പ്രത്യേക ചായയുമായി വന്നു. അത് അവളുടെ ഉള്ളിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വിസരീസ് നൽകിയതായിരുന്നു. ആ വലിയ കൊട്ടാരത്തിൽ താൻ എത്രത്തോളം ഒറ്റപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾ വലിയ നിരാശയോടെയും വേദനയോടെയും ആ ചായയിലേക്ക് നോക്കിയിരുന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഹൗസ് ഓഫ് ദ ഡ്രാഗണിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.